മായിട്ടുള്ള ഇലക്ഷൻ അഴിമതി എന്നിട്ട് വോട്ടർമാർക്ക് നേരിട്ട് പണം വിതരണം ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ വിഷ്വൽസ് ഇല്ലേ, അത് ആർക്കും പിടിക്കാൻ പറ്റുമോ? വോട്ടർമാർക്ക് നേരിട്ട് പണം വിതരണം ചെയ്യുക. കിറ്റ് എത്രയിടത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു? ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സാധാരണക്കാരനായ ഒരു ധൈര്യമുള്ള കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ UDF പ്രവർത്തകൻ അതിനൊരു ധൈര്യം കാണിച്ച് ക്യാമറയിൽ പകർത്തിയുമുണ്ട്. ഇല്ലാത്ത എത്ര സ്ഥലത്ത് നടന്നിട്ടുണ്ടത്? വ്യാപകമായി പണം ഒഴുക്കിയിട്ട് അതുപോലുള്ള മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കി വോട്ട് പിടിക്കാനായിരുന്നു ശ്രമം. ഒരു ഭാഗത്ത് അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ട്, മറുഭാഗത്ത് പണം. ഇത് രണ്ടിനെയും അതിജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ വോട്ടർമാരുടെ അന്തസ്സുയർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാവുന്നത്. കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ ആക്രമണം. ഇപ്പോൾ സന്ദീപ് വാര്യർ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. കാരണം മിക്കവാറും ബൂത്തുകളിലെ ഏജൻറ്റുമാരെയും മറ്റുള്ളവരെ അടിച്ചിട്ട് പുറത്തിറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ ശ്രമം ഇന്ന് പത്രങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അത് ഞാൻ നേരത്തെ ആരോപിച്ചതാണ്. അവരാരെങ്കിലും നോട്ടീസ് അയച്ചു. ആ നോട്ടീസിന് ഞാൻ മറുപടി അയച്ചിട്ടുണ്ട്. കൃത്യമായിട്ടും കള്ളവോട്ട് ഇവിടെ നടത്താൻ ശ്രമം നടത്തി. കള്ളവോട്ട് നടത്താനുള്ള പരിപാടി അവർക്കുണ്ടായിരുന്നു. അതിനെ എതിർക്കുന്നവരെയൊക്കെ തന്നെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മർദ്ദനം നടന്നത് ഏകപക്ഷീയമായിട്ടാണ്. കോൺഗ്രസ്സുകാർ കണ്ണൂരിൽ CPM-നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ വാർത്തയാണ്. ഇതിനകത്തൊന്നും ആത്മവിശ്വാസം 4-ാം തീയതി വരെ ആർക്കും പ്രകടിപ്പിക്കാമല്ലോ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ തോൽക്കുമെന്ന് പറയൂ? അതങ്ങനെ പറയാൻ പറ്റുന്നു? നമ്മൾ മനസ്സിലാക്കണ്ടേ. പക്ഷേ നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ എല്ലാം സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നല്ല അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. ഗ്രൗണ്ട് റിയാലിറ്റി, ഇന്നലെ ഉണ്ടായ റിയാലിറ്റി ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു സംശയത്തിനിടവേളയില്ല. ഞങ്ങളും ഇക്കാര്യത്തിലൊക്കെ തന്നെ പഴയ കാലത്തെ ഇലക്ഷൻ സങ്കല്പത്തിലൂടെ അല്ലല്ലോ ഈ ഇലക്ഷൻ ഞങ്ങൾ നേരിട്ടത് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടച്ചോടുകൂടി തന്നെയായിരുന്നു. കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും ആ അജണ്ടയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ച അജണ്ടയിൽ തന്നെ ഉറച്ചു നിന്ന് അത് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായപ്പോഴൊന്നും അതൊന്നും ഇല്ലാതെ ആ ഒറ്റ നെറേറ്റീവിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ്. വയനാട് അവസാന ഘട്ടത്തിൽ വയനാട് ഇഷ്യൂ അതൊക്കെ അവർ സ്വയം അപഹാസ്യരായി എന്നല്ലാതെ അത് നമുക്കറിയാലോ, കാണുമ്പോൾ തന്നെ അറിയാലോ. അത് അവർക്കെതിരെ വന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ മറച്ചു പിടിക്കാൻ അവർ എന്തെങ്കിലുമൊക്കെ തന്നെ അവാസ്തവമായ കാര്യങ്ങൾ പറയാതല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ നെറേറ്റീവ് എന്തായിരുന്നു? ഈ തെരഞ്ഞെടുപ്പിൻ്റെ നെറേറ്റീവ് തന്നതിൽ ഒരു പ്രധാനപ്പെട്ട നെറേറ്റീവ് തന്നത് LDF തന്നെയാണ്, പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘകായ ചിത്രം വച്ചിട്ട് അല്ലാതെ മറ്റാരുണ്ട്? ഈ ചോദ്യമാണ് കേരളത്തിലുണ്ടായത്. അല്ലാതെ മറ്റാരുണ്ട്? കേരളത്തിൽ എത്ര നീ ഹോർഡിങ് തട്ടിയിട്ട് നടക്കാൻ പോലും പറ്റില്ലായിരുന്നല്ലോ. ഇത് മുകളിലായതുകൊണ്ട് കാൽ തട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. എത്ര അർത്ഥത്തിൽ അത് അതൊക്കെ ഗുണമായി. ആ ഓവർ പബ്ലിസിറ്റി അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഗുണമായി. ഇതിനകത്ത് പിന്നെ ഞങ്ങളുടെ ഗ്യാരണ്ടികൾ, കൃത്യമായിട്ടുള്ള ഗ്യാരണ്ടികൾ. വെറും നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രമേ ഈ ഇലക്ഷൻ ഞങ്ങൾ വളരെ കരുതലോടെ തന്നെയാണ്. വെറും നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രമല്ല കേരളത്തിന് മുമ്പിൽ വെച്ചത്. പോസിറ്റീവായിട്ടുള്ള ഞങ്ങൾ വന്നാൽ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ജനം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഇന്നലത്തെ ഫലങ്ങൾ. ഇന്ന് സ്ത്രീകളുടെ പോളിംഗ് ശതമാനം വർദ്ധിച്ചാലും ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗിന് അർഹതയുണ്ടെന്നാണ് മുന്നവർ ഞാൻ അത്തരം വിവാദങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, UDF-ൻ്റെ പ്രവർത്തകർ, നേതാക്കളെല്ലാവരും എല്ലാവർക്കും വ്യക്തിപരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ചിലർക്ക് സ്ഥാനാർത്ഥിയാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അത് പറ്റിയിട്ടില്ല. ചില പ്രാദേശിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അഹോരാത്രം രാവും പകലും കഷ്ടപ്പെടുന്ന UDF-ൻ്റെ നേതാക്കളെയും പ്രവർത്തകരുമാണ്. എല്ലാം മറന്ന് ഏത് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായാലും നേതൃത്വം പറയുന്നതിനൊപ്പം തന്നെ അതിനേക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ ഓരോ ബൂത്തുകളിലും, ഞങ്ങൾക്ക് ശക്തിയില്ലാത്ത ബൂത്തുകളിൽ പോലും പ്രതിരോധിച്ച പ്രവർത്തകനുണ്ട്, വൈബ്രൻ്റായ പ്രവർത്തകൻ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇപ്പം കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഗൾഫ് നാടുകളിലായാലും ഒക്കെ തന്നെ സ്വന്തം കയ്യിൽ നിന്നും ഫോൺ റീചാർജ് ചെയ്ത് തിരക്കിട്ട പണികളായിരിക്കും, അവർക്ക് ജോലിയൊക്കെ ഉണ്ടാവും. ആ ജോലികൾക്ക് നിന്ന് സമയം കണ്ടെത്തിയിട്ട് സൈബർ പ്രതിരോധം തീർത്ത UDF-ൻ്റെ പ്രവർത്തകരുണ്ട്. അവരാണ് ഇക്കാര്യം തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ താരങ്ങൾ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ തിരഞ്ഞെടുപ്പിലെ താരങ്ങളെന്ന് പറഞ്ഞാൽ അവരാണ്. അത്രയും ആത്മാർത്ഥമായിട്ട് ഈ തിരഞ്ഞെടുപ്പ് പാർട്ടിക്കും മുന്നണിക്കും അത്രയും പ്രാധാന്യമാണെന്ന് കണക്കിലെടുത്തുകൊണ്ട് എല്ലാം മറന്ന് എല്ലാം വിട്ടുവീഴ്ച ചെയ്ത്
അഹോരാത്രം കഷ്ടപ്പെട്ട പ്രവർത്തകരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്കൊന്നും ഇപ്പം പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കൃത്യമായിട്ടും അതിനകത്ത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്യുമല്ലോ. ഇലക്ഷൻ ഫലം വരും, ചർച്ച ചെയ്യും. ഫലം വന്നു കഴിയുമ്പോൾ യുഡിഎഫിന് ഭരണം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടാവുന്ന മറ്റുള്ള പാർട്ടികൾ തന്നെ ഉന്നയിക്കുന്നു. അവർക്ക് എന്തെല്ലാം അവർ തിരഞ്ഞെടുപ്പിൽ ആദ്യം മൂലയെ തുറത്തുതന്നല്ലായിരുന്നു. എല്ലാവരും തമ്മിൽ തർക്കമാണ്, എല്ലാവരും തമ്മിൽ അടിയാണ്, ഞങ്ങളൊക്കെ പരസ്പരം കണ്ടാൽ കൊണ്ടുമില്ല. അതാണോ സംഭവിച്ചത്? ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഞങ്ങൾ നേതാക്കന്മാർ തമ്മിൽ എല്ലാവരും എത്രമാത്രം സൗഹൃദത്തോടെയാണ്. മാത്രമല്ല ഞങ്ങൾ വെച്ച നെറേറ്റീവിൽ ഒരു ഡീവിയേഷനും ആരും നടത്തിയിട്ടില്ലല്ലോ. എവിടെയെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഇപ്പം പറയാൻ, പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ അഭിപ്രായം പറയുന്ന പാർട്ടിയാണ്. പക്ഷേ പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം ഏതറ്റം വരെ പറയണമെന്നൊക്കെ പറയാൻ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും എവിടെയും ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങൾ ശക്തമായിട്ടുള്ള ഗവൺമെൻറ്റുമായിട്ട് വരും. സഹോദരി ചോദിച്ചത് വരുമെങ്കിൽ എന്നാണ്. വരുമെങ്കിലില്ല. ഇപ്പോൾ UDF വന്നിരിക്കും, കൃത്യമായ ഭൂരിപക്ഷത്തോടെ വന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരാഗ്രഹിക്കുന്നത് എന്താ തെറ്റുന്നേ? ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പം അത് CPM-ലാണ് അങ്ങനെ ആരെങ്കിലും പിണറായി വിജയൻ മാറി നിൽക്കണം എന്നങ്ങോട്ടും പറഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ സ്ഥിതി എന്താവുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അങ്ങോട്ട് ഒരാൾ പറഞ്ഞു പോയാൽ എന്താവും സ്ഥിതി? ഇതങ്ങനെയല്ല. ഇത് അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ എന്താ തെറ്റ്? ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായിട്ടിരുന്ന് തീരുമാനിക്കും. കാരണം കേരളത്തിലെ ജനങ്ങളാണ് ഒരു മാൻഡേറ്റ് തരുന്നത്. ആ ജനങ്ങളുടെ മാൻഡേറ്റിനോട് അവരോട് പ്രതിബദ്ധത കാണിക്കേണ്ട ഒരു സാഹചര്യമാണ് UDF-നും കോൺഗ്രസിനും ഉള്ളത്. ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ജനങ്ങളോടാണ്, അതുപോലെ പാർട്ടി പ്രവർത്തകരോടും UDF-ന്റെ നേതാക്കളോടാണ്. അപ്പോൾ അത് കൈവിട്ടുകൊണ്ട് നമ്മളാരും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, VS ഉണ്ടായിരുന്നെങ്കിൽ VS UDF-ന് ഇത്തവണ വോട്ട് ചെയ്യായിരുന്നു. സംശയം എന്തെങ്കിലും? കാരണം CPM-ൽ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിരവധി പേർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ആർക്കാണെന്ന് നമ്മൾ ഇലക്ഷൻ പെട്ടി പൊട്ടിക്കുമ്പോൾ മനസ്സിലാവും. ചില സീറ്റുകളിൽ പെട്ടി പൊട്ടിക്കുമ്പോൾ മനസ്സിലാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ വോട്ട് ആർക്കാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നവരുണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ. അത് നടക്കുന്നില്ല എന്ന് വന്നപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന ഏക അവസരമാണിത്. അതവർ വിനിയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. ഇനി ഫലം വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പോളിംഗ് ശതമാനം നോക്കുമ്പോൾ ഞങ്ങൾ 100-നടുത്ത് സീറ്റ് ഹോൾഡ് തന്നെ വിജയിക്കും തന്നെയാണ്. കംഫർട്ടബിളായി വിജയിക്കും തന്നെയാണ്, വളരെ കംഫർട്ടബിളായിട്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സീറ്റുകളും കൂടെ വരുന്നതാണ് ഇന്നലത്തെ ഏറ്റവും വൈകുന്നേരം കിട്ടുന്ന ഒരു അട്ടിമറികളുണ്ടാവും. തീർച്ചയായിട്ടും പാലക്കാട് നിന്നുള്ള ശ്രീനന്ദ എന്നുള്ളൊരു കാണാതായിരിക്കുകയാണ്. തിരച്ചിലിൽ കുടുംബത്തിന് തൃപ്തിയുണ്ട്, പക്ഷെ അന്വേഷണത്തിൽ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ളൊരു സംശയമൊക്കെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും തരത്തിലുള്ള അല്ല, ആ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ സംഭവം അറിഞ്ഞ് തെരഞ്ഞെടുപ്പ് തിരക്കിലാണെങ്കിലും കർണാടക വനം വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി ഇവർ 3 പേരെയും ബന്ധപ്പെടുകയുണ്ടായി. അവർ 3 പേരെയും ബന്ധപ്പെട്ട് അടിയന്തരമായിട്ടും, പ്രത്യേകിച്ച് ഞാൻ കർണാടക സർക്കാരിന് നന്ദി പറയുകയാണ് കഴിഞ്ഞ തിരച്ചിലിൻ്റെ സന്ദർഭത്തിലുണ്ടായിട്ടുള്ള നടപടികളിൽ. അതുപോലെ തന്നെ ഇപ്രാവശ്യവും നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിക്കമംഗളൂരിലെ ജില്ല മുഴുവൻ തിരയാണ്. ജില്ല ഒരു തരി പോലും കൂടാതെ മുഴുവൻ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞത്. പക്ഷേ ഇന്നു മുതൽ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തന്നെ രൂപീകരിക്കാൻ അവർ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എല്ലാ വിഭാഗം, റവന്യൂ, പോലീസ്, ഫോറസ്റ്റ് ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടാവും. അവർ ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. അതിനകത്ത് റവന്യൂ വകുപ്പ് മന്ത്രി ചിക്കമംഗളൂർ ജില്ലയിലുണ്ട്. അദ്ദേഹത്തോട് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളിൽ ഒരു കോർഡിനേഷൻ വേണമെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.